നാളെ ഡാഡിയുടെ ഷഷ്ടിപൂർത്തിയാ. രാവിലെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട്. താനും പോരെ? അയ്യോ ഞാനില്ല. താൻ ആൾക്കാരുടെ അടുത്ത് നിന്നാ മതി. അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് ഞാൻ വന്നോളാം. ദേ, നമ്മുടെ കാര്യം എളുപ്പം സോൾവ് ആണെങ്കിലേ തന്റെ അമ്മായച്ചന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്തിയത്. നാളെ അറിയണ്ടേ? തിരുവാതിര. ഇനി അച്ഛന്റെ മുമ്പ് കൂടി ചെന്ന് പെട്ടാലേ വിനുവിന് തൃപ്തിയാവും. എന്റെ ഡാഡി ഉടനെ ലീവില് വരാറായിട്ടുണ്ട്. ഇതെല്ലാം കൂടി കേട്ടാ കുശാലായി. അതൊന്നും ഇല്ലടോ. ഒന്നിച്ച് എല്ലാവരും അറിയുന്നതിനേക്കാൾ നല്ലത് 1 by 1 ആയിട്ട് അറിയുന്നത്. അപ്പൊ അതിന്റെ ടെമ്പോ ഒന്ന് കുറഞ്ഞു കിട്ടും. വിനുവിന് അത് പറയാം. ഇങ്ങനെ പേടിയുള്ളൊരു പാർട്ടി. ആ കാര്യം ഞാൻ പോയി പുഷ്പാഞ്ജലിക്ക് രസീത് എഴുതിച്ചിട്ട് വരാം. താനെന്താ അങ്ങോട്ട് നോക്കി നിൽക്കുന്നു? തൊഴാൻ വരുന്നില്ലേ? വാ. ഒരു പുഷ്പാഞ്ജലി. പേര്? വിശ്വനാഥ മേനോൻ. നക്ഷത്രം? തിരുവാതിര. ചില്ലറയില്ലേ? ഇല്ല. ശകര പോയി ചില്ലറ മാറിക്കൊണ്ടോ. ഒരു പുഷ്പാഞ്ജലി. പേര്? വിശ്വനാഥ മേനോൻ. നക്ഷത്രം? തിരുവാതിര. എന്താ കുട്ടിയുടെ പേര്? ശശികല. എന്തോടോ തൊഴുകണോ? അത് പിന്നെ അച്ഛന് പുഷ്പാഞ്ജലിക്ക്. ശരി. ഇതാ സാർ ബാക്കി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പുഷ്പാഞ്ജലി നടത്താനും എന്നെ സ്നേഹിക്കുന്നവർ ഈ നാട്ടിൽ വേറെയും ഉണ്ട്. ആരാ പാർട്ടി? ഞാൻ പുഷ്പാഞ്ജലിക്ക് രസീത് എഴുതിക്കുമ്പോ എന്റെ പേരും നക്ഷത്രവും പറഞ്ഞ് ഈ പെൺകുട്ടി രസീത് എഴുതിപ്പിക്കുന്നു. തന്റെ വല്ല ആരാധിയായിരിക്കും. ഈ വയസ്സ് കാലത്ത് ആരാധകരാ? അല്ല, ചെറുപ്പക്കാരന്റെ ആമക്കളും ഉണ്ടല്ലോ വീട്ടില്. ആ പിന്നെ വാ, പുഷ്പാഞ്ജലി എടുത്താ. കാണാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു വരുമെന്ന് പറഞ്ഞതിനെ പറ്റിച്ചതായിരിക്കുമെന്ന്. എന്റെ പള്ളി ഇപ്പോഴും എന്റെ നെഞ്ചെടുപ്പ് മാറിയിട്ടില്ല. എന്താ കാര്യം? താൻ എന്റെ അച്ഛന് വേണ്ടി പുഷ്പാഞ്ജലി കഴിച്ചു? ആ കഴിച്ചു. പൈസ കൊടുത്ത് രസീത് വാങ്ങുമ്പോ തൊട്ടടുത്തൊരാൾ നിന്നിരുന്നില്ലേ? അതാരാ പാർട്ടി എന്നറിയാവോ? ഇല്ല. അതെ, എന്റെ തന്തപ്പടിയാ. അയ്യോ, ഞാൻ ഡാഡിയുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തിയതിൽ ഡാഡിക്ക് വല്ല സംശയം തോന്നിക്കാണോ? ആ, ഡാഡിക്ക് തന്നെ അറിഞ്ഞിട്ട് വേണ്ടേ? പതുക്കെ വലിഞ്ഞു. ഡാഡിയും പിള്ളേങ്ങളും ഇപ്പൊ ഇങ്ങെത്തും. അയ്യോ, ചോദിക്കട്ടെ. വാ. ഇതിനാണല്ലേ ചേട്ടന്റെ കല്യാണം നടത്തും ചേട്ടന്റെ കല്യാണം നടത്തും പറഞ്ഞ് കയറ് പറിച്ചത്. ഇവരല്ലേ കാര്യം പിടി കിട്ടിയത്. പിള്ളേങ്ങളെ, ഇതെന്റെ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതേടോ, ഇപ്പൊ കൂടെ പഠിക്കുന്നവരും കൂടെ ജോലി ചെയ്യുന്നതും തമ്മിലാ കൊളാബറേഷൻ. വെറുതെ എന്നെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കരുതേ. തന്റെ ഡാഡിയോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. മകൻ എന്ന് കൊടുത്തി ലൈസൻസ് എന്ന്? അയ്യോ, എന്റെ പൊന്നു പിള്ളേങ്ങളെ, ചതിക്കല്ലേ പ്ലീസ്. എന്നെ ഒന്ന് രക്ഷിക്കണം. ഗതി കിട്ടാ പുലി പുല്ലും തിന്നും. ഇങ്ങേരുടെ ആണിക്കാല് പിടിക്കേണ്ട ഗതികേട് വന്നല്ലോ. ആ, എഴുതാര് ഡാഡി വരുന്നുണ്ട്. വരുന്നുണ്ടോ? ആ, കൊച്ചു വെക്കോ. മേനം കാണണ്ട, വെച്ചോ, വേഗം പോ. വളരെ നന്ദി ഞങ്ങളെ. ആ, വാ, നമുക്ക് തൊഴാം, വാ.
സാധനങ്ങൾ വീട്ടിൽ എടുത്തോണ്ട് വാ. ചെല്ലേ. വിനോദ് സാർ നല്ല ഉറപ്പാണ് തോന്നണമല്ല. ദേ ഡോക്ടർമാർ റൗണ്ടിന് വരുന്നൊരു സ്മോൾ അടിച്ചു സാറേ. വിനോദ് സാറേ, സാറ് കഞ്ചാവ് അടിച്ച് കിറങ്ങി കിടക്കാനല്ല വിനോദ് സാറേ. ട്രിപ്പിൾ എക്സ് അങ്കിളോ? അതാരാ? ഇവിടെ കിടന്നിരുന്ന അങ്കിളാ. ഒളിഞ്ഞു വന്നേ. രണ്ടു മൂന്ന് ദിവസമല്ലേ വിനുവിനെ കണ്ടിട്ട്. ഞാൻ എത്ര സമയം ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നറിയോ? ഡാഡിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. ചെറിയൊരു അറ്റാക്ക്. എന്നിട്ടിപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ കുറവുണ്ട്. കുറച്ചു ദിവസം ആശുപത്രി കിടക്കേണ്ടി വരും. ഞാൻ ഡാഡിക്ക് കാപ്പിയായി പോവാ. എനിക്കൊന്ന് ഡാഡിയെ കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഡാഡിയുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തിയ ആളല്ലേ? ഇനി കണ്ടാൽ തൊണ്ടിയോടെ പിടിച്ചു തന്നെ. ഞാനിന്നലെ നമ്മുടെ ബാലയെന്നെ അമ്മായച്ചനെ കണ്ട്. താൻ ആശുപത്രിയിലാണെന്നുള്ള വിവരം പറഞ്ഞു. വൈകിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാം മൂപ്പിലെ. താൻ എല്ലാവരോടും പറഞ്ഞ് എന്നെ ഒരു മഹാരോഗിയാക്കുമല്ലോ. എടാ, ഇതൊന്നും അത്ര വലിയ കാര്യമുള്ളതല്ല. ആ എന്നും പറഞ്ഞ് താനിരുന്നു. ഇവൻ ആളല്പം പെശക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മകന്റെ കല്യാണം എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് വീട്ടിലേക്ക് വരുമൊന്നും വേണ്ട. കല്യാണം വേണേ 2 ആഴ്ച നീട്ടിവെക്കാം. ആ കല്യാണം ഒന്നും മാറ്റി വെക്കണ്ട. ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് വരാം. മോളിങ്ങി വന്നേ. വാ മോളെ. ഏതായി കുട്ടി? ഞാൻ എന്റെ മമ്മിയുടെ കുട്ടിയാ. മിടുക്കി. ആള് കൊച്ചാണെങ്കിലും കാന്താരിയാണല്ലോ. മോളുടെ പേരെന്താ? രമ്യ മോൾ. എന്നാ എനിക്ക് വേണ്ട. ആ വലിയ പവറൊന്നും കാണിക്കണ്ട. വേണ എന്നാ. താങ്ക് യു അങ്കിൾ. മോള് ബെഡിൽ കിടക്കാതെ ഇങ്ങനെ ഓടി നടക്ക. അതിന് രമ്യ മോൾക്ക് അസുഖമൊന്നുമില്ലല്ലോ. പിന്നെ മോൾ ആരുടെയും കൂടെ വന്നാണോ? അല്ല, ഞങ്ങൾ ഈ ആശുപത്രിയുടെ അടുത്ത് താമസിക്കുന്നേ. സൂസിയാൻഡി ഇല്ലേ, ഇവിടുത്തെ നേഴ്സാ. സുഖമില്ലാതെ കിടക്കുന്ന രോഗികളെ ഞാൻ ദിവസവും വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. ഇവളാളൊരു കൊച്ചു മദർ തെരേസ ആകുന്ന ലക്ഷണം ഉണ്ടല്ലോടോ. അങ്കിൾ, ഈ പോക്കുള്ള അങ്കിൾ ആരാ? അത് കൊള്ളാം. അച്ഛനെ മോനെ നീ അങ്കിളെന്ന് വിളിച്ചാലോ? മോൾ എന്നെ മുത്തശ്ശാന്ന് വിളിച്ചാ മതി. മുത്തശ്ശൻ വെച്ചാ എന്തുവാ? അച്ഛന്റെ അച്ഛൻ. അപ്പൊ മുത്തശ്ശൻ എന്റെ അച്ഛന്റെ അച്ഛനാ? ചേടാ, ഇവളാകെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. ആഹാ, മോളെ നീ ഇവിടെ വന്നിരിക്കുകയാണോ? എന്റെ മമ്മിയാ. വാ മമ്മി. വരൂ. വാ. മോളെ വലിയ കുസൃതിയാണല്ലേ. ഇവിടെ നഴ്സായിരിക്കും. അല്ല, എന്റെ കൂടെ താമസിക്കുന്ന സൂസി ഇവിടുത്തെ നേഴ്സാ. ഇവളെ അധികം അടുപ്പിച്ച ദേഹത്തുനിന്ന് മാറില്ല. സുഖമില്ലാതിരിക്കാണെന്നൊന്നും അവള് നോക്കില്ല. സാരമില്ല, കുഞ്ഞല്ലേ. വാ മോളെ, പോവാ. എഴുന്നേക്ക്. ഞങ്ങൾ പോട്ടെ മുത്തച്ഛ. മോള് ദിവസവും വരണം കേട്ടോ. മുത്തശ്ശന് കൂട്ടിന് ഒരാള് വേണ്ടേ? വരാം മുത്തച്ഛ. ടാറ്റാ. ടാറ്റാ അങ്കിൾ. അങ്കിൾ ടാറ്റാ. ടാറ്റാ മുത്തച്ഛ. ടാറ്റാ. വെരി വെരി ഗുഡ് മോർണിംഗ് സ്വീറ്റി. ഇന്നലെ വന്നിട്ട് ഇപ്പോഴാണ്
അങ്കിളിനെ പോലെ തന്നെ വണ്ടിക്ക് നല്ല ഭംഗിയുണ്ട്. മോള് ചെറുപ്പത്തിലെ തന്നെ വാചകടിച്ച് സുഖിപ്പിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? എനിക്ക് മോട്ടോർ സൈക്കിളിൽ കയറാൻ എന്ത് ഇഷ്ടമാണെന്നോ. ഞാൻ കാറിലും ഓട്ടോയിലും കയറിയിട്ടുണ്ട്. ഇനി ഇതിൽ മാത്രം കയറിയാൽ മതി. എന്നെ ഇതേ കയറ്റി റൗണ്ട് അടിച്ച് ഇവിടെ കൊണ്ട് നാക്കിയാ മതി. എന്നാ കയറിക്കോ. ആ, ശരിക്കിരുന്നോണം. അങ്കിളിന് ശരിക്കും ഓടിക്കാറിയോ? എന്നെ താഴെ ഇടുവോ? നീ ആള് മോശമല്ലല്ലോ. ഉം. കയ്യും കാലും കിടക്കി താഴെ വീഴണ്ട മോളെ, സൂക്ഷിച്ചിരുന്നോ. മോളെ, രമ്യ മോളെ, എവിടെ പോയി കിടക്കുന്നു? മോളെ, മമ്മി കാപ്പിട്ട് പോണെങ്കിൽ അങ്കിളിന്റെ പുറകെ കയറി ഇരുന്നാ മതി. ഇതൊരു സ്പീഡാണെന്നോ. എന്തിന്റെ ഒരു കിന്നാരം. വരും, വീട്ടിൽ കയറിയിട്ട് പോ. അയ്യോ, ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി കൊടുക്കാനുള്ളതാ. ഞാൻ വൈകുന്നേരം വരാം. ആ. അങ്കിൾ ടാറ്റാ. ടാറ്റാ. മാനേജറുണ്ടോ? അകത്തുണ്ട്. ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ബാലേന്ദ്രനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. കുറെ നാൾ ബാംഗ്ലൂർ ടു ബോംബെ ആയിരുന്നു, പിന്നെ ബോംബെ ടു ഡൽഹി. ഞാൻ വന്നത് എന്റെ കുറെ ഫ്രണ്ട്സിന് ഗൾഫ് കൺട്രീസിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അവരെ ടിക്കറ്റ് ഒന്ന് ശരിയാക്കണം. എത്ര പേരുണ്ട്? 10-12 പേരുണ്ടാവും. എന്നത്തേക്കാ? 1-ാം തീയതി പോകണമെന്ന് അവർ പറയുന്നത്. ജസ്റ്റ് പ്ലീസ് കം വിത്ത് ചാറ്റ്. യെസ് സർ. ഞാൻ പൊസിഷൻ അറിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറയാം. ഓ മതി, ഞാൻ മറ്റേ